അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അഥവാ സത്യത്തെ അന്വേഷിക്കുന്നവരായ എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മളിൽ 27 63 മുതൽ 93 വരെയുള്ള സൂക്തങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സൂചനയായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്നതിന് ശേഷം നിങ്ങളെ മനസ്സിൽ ഈ ഒരു കാര്യം ഉണ്ടായിരിക്കാം, എന്നിട്ടേ അതിനെ വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. അള്ളാഹുവിൻ്റെ കൈകൾ എന്ന അംശം, അഥവാ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ആ കൈകൾ എന്ന അംശത്തിന്റെ പ്രവർത്തികൾ എന്തെല്ലാമാണ് എന്നുള്ളത് 3 മതഗ്രന്ഥങ്ങൾ സെയിം ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഒരു അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മൾ 63 മുതൽ 93 വരെ പറയുന്ന ഭാഗങ്ങളിൽ. മറ്റൊന്ന്, പുനരുദ്ധാരണം വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നതിൽ സൂചിപ്പിക്കുന്നുണ്ട്, അഥവാ ലോക അവസാനവും. മനുഷ്യരോട് ഔദാര്യമുള്ളവനാണ് അള്ളാഹു എന്നും മനുഷ്യൻ നന്ദി ഇല്ലാത്തവരാണെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഹിതങ്ങളിലുള്ളതും പുറത്തുള്ളതും അഥവാ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇസ്രായേൽ സന്തതികളിൽ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന മിക്ക വിഷയങ്ങളിലും ഖുർആൻ വിശദീകരിച്ചിട്ട് നൽകുന്നുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൻ്റെ നീതി കൊണ്ട് അവർക്കിടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നീതി എന്ന് പറയുമ്പോൾ ശരിക്കും അത് എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ? സൃഷ്ടാവ് എന്താണോ അടിസ്ഥാന ആ രഹസ്യം, അത് നീതി നിർവഹിച്ചാൽ മാത്രമേ മനുഷ്യർക്കിടയിൽ നീതി നടപ്പിൽ വരുള്ളൂ. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന മിക്ക വിഷയങ്ങളിലും ഖുർആൻ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നടക്കുന്ന ഭിന്നത, അതിനെ പറ്റിയിട്ട് ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല അള്ളാഹു തൻ്റെ നീതി കൊണ്ട് അവർക്കിടയിൽ വിധി കൽപ്പിക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. തൻ്റെ നീതി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? കാരണം സൃഷ്ടാവ് എന്നത് തന്നെ നമ്മൾ അറിയാത്തൊരു രഹസ്യമാണ്. ആ ഒരു രഹസ്യം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഭൂമിയിലുള്ള സകല മനുഷ്യരും പല വിഭിന്ന ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു പോയത്, മതങ്ങളായിട്ടും ജാതികളെല്ലാം തിരിഞ്ഞു പോയത്. അപ്പോൾ യഥാർത്ഥ സത്യം നിലവിൽ വരുമ്പോൾ എല്ലാവരും ഒന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു നീതി ഇവിടെ നടപ്പിൽ വരുത്തുന്നുള്ള കാര്യത്തിനെ പറ്റിയൊരു സൂചന ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ തെളിവുകളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു സത്യം വന്നെത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത്ര ആളുകൾക്കാണ് അത് യഥാർത്ഥ സത്യത്തിൻ്റെ വഴി തുടർന്ന് പോകാനും സാധിക്കുകയുള്ളൂ എന്ന്. ആ വാക്ക് അവരിൽ സംഭവിക്കുമ്പോൾ, അഥവാ അങ്ങനൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളോട് പറയുന്നുണ്ട് ദാബത്തുല്ല എന്ന് പറഞ്ഞ ജീവി പുറത്ത് വരുന്നു. ആ ഒരു കാലഘട്ടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഏകദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, സൃഷ്ടാവിൻ്റെ തെളിവ് പുറത്തു വരുന്ന സമയത്താണ് ഈ ഒരു ഘട്ടം നടക്കാനുള്ളത് എന്ന്. ഒരുപാട് പേര് യഥാർത്ഥ സത്യത്തിലേക്ക് തിരിച്ചു വരികയും മുസ്ലിം ആവുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ സന്മാർഗത്തിലായ നമ്മുടെ ശരീരത്തെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, അഥവാ അഗ്നിനെ രക്ഷിക്കുന്നത്. ഇനി വഴിയെ ദൃഷ്ടാന്തങ്ങൾ വരുമെന്നും നമ്മളത് അറിയുകയും ചെയ്യുമെന്നും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യവും അവൻ അറിയുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ പാർട്ടായിട്ട് ഞാൻ എടുക്കും. ഇതിൽ വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ബൈബിൾ ആവട്ടെ, ഖുർആൻ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ഇവ മൂന്നിലും പറയുന്ന സൃഷ്ടാവിൻ്റെ കൈകൾ വെളിപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഈ കൈകൾ വെളിപ്പെടുന്ന സമയത്ത് അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവും. ആ ഒരു ഘട്ടത്തിലാണ് ഈ ദാബത്തുല്ലാറിൽ എന്ന ജീവി പുറത്തു വരുന്നൊക്കെ പറയുന്ന ആ ഒരു ഘട്ടം വരുന്നത്. അഥവാ ആ ഘട്ടം വരണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ലോകാവസാനത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മളതിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല, കാരണം സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പലരും അറിയുന്നുണ്ട്, അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് നമ്മൾ നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് വ്യക്തമായിട്ട് ഞാനിത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.